കല്യാണം മാരേജ് രജിസ്റ്റർ ബുക്ക് ചെയ്യാനാണെന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞാൽ കുഴപ്പമില്ല. ഇപ്പോൾ ട്രാൻസ്ഫോം പറഞ്ഞപ്പോൾ കുഴപ്പമൊന്നുമില്ല, ഹിന്ദു മതം വിശ്വസിക്കുന്ന ആർക്കും ഇവിടെ വന്ന് കല്യാണം കഴിക്കും. പക്ഷെ ആളെൻ്റെ കൈ പിടിച്ചിട്ട് പബ്ലിക്കായിട്ടൊക്കെ പോകാൻ ഞാൻ ചോദിച്ചിട്ടുണ്ട്, എന്നോട് വരാൻ നാണക്കേട് അല്ലെങ്കിൽ ശമ്പളം എന്തെങ്കിലും ഉണ്ടോ, അതൊക്കെ എന്തിനാ, അത് നമുക്ക് നമ്മുടെ ഇതായിട്ടുള്ള രീതിയിൽ പോകാം, എനിക്ക് അങ്ങനത്തെ ഒന്നും ഇല്ല എന്ന് പറഞ്ഞു. പിന്നെ അങ്ങ് ഇഷ്ടമെന്ന് പറഞ്ഞു. പച്ചയായി ചോദിക്കാന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ ചോദ്യങ്ങളാണ്. അതൊക്കെ നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് അവർ ഇടപെടുന്നത്. ട്രാൻസ്ജെൻഡേഴ്സ് കല്യാണം കഴിക്കുന്നു എന്ന് പറയുമ്പോൾ അക്സെപ്റ്റ് ചെയ്യാത്ത ആൾക്കാരുണ്ട്. ഒരാൾ തെറ്റ് ചെയ്ത് ഈ കമ്മ്യൂണിറ്റി മൊത്തം കുറ്റം പറയുന്നവരാണ് എല്ലാവരും. സമൂഹം രണ്ട് രീതിയിൽ നോക്കി കാണുന്നുണ്ട്. അതിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? ഞങ്ങൾ ബാഡ് കമന്റ്സിന് ഞാനൊന്നും റിപ്ലൈ കൊടുക്കാറില്ല, ജസ്റ്റ് ഒന്ന് ഇഗ്നോർ ചെയ്ത് വിടും, എനിക്ക് ശ്രദ്ധിക്കാറില്ല. പക്ഷെ നമ്മളെ പറഞ്ഞുകൊണ്ട് കുഴപ്പമില്ല, നമ്മുടെ വീട്ടുകാരെയും ചേർത്ത് പറയുമ്പോൾ ചെറുതായിട്ട് സങ്കടം വരാം. ഗുരുവായൂർ ക്ഷേത്രത്തിലെ ആദ്യ ട്രാൻസ് വിവാഹം, പുതിയ തുടക്കത്തിന് ആരംഭം കുറിച്ച രണ്ടുപേരാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത്, സജിത്ത് ആൻഡ് സ്റ്റെല്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചരിത്ര നിമിഷം എന്നൊക്കെ പറയാല്ലേ. അതായത് ഇത്രയും കാലത്തിനിടയിൽ ഇത്രയും ചരിത്ര പ്രസിദ്ധമായ ഒരു അമ്പലത്തിൽ ആദ്യമായിട്ട് ഇങ്ങനൊരു വിവാഹം നടക്കുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സമൂഹം മാറി ചിന്തിക്കാൻ തുടങ്ങി എന്നുള്ളതിൻ്റെ ഒരു തെളിവല്ലേ ഈ വിവാഹം എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും നല്ല സന്തോഷമുണ്ട്. ആഗ്രഹിച്ചതായിരുന്നു, നേർന്നതായിരുന്നു. മുന്നേ ഞങ്ങൾ സ്നേഹിച്ചിരുന്ന സമയത്ത് ഗുരുവായൂർ വെച്ച് കല്യാണം കഴിക്കുന്നത് ഞാൻ നേർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആൾ ഓക്കെ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. പക്ഷേ ഫാമിലിയോട് കൂടി പോയിട്ട് അവിടെ കല്യാണം കഴിക്കാൻ പറ്റുന്ന ഒരിക്കലും ഞാൻ വിചാരിച്ചിരുന്നില്ല. അതും സാധിച്ചു, വളരെ സന്തോഷം. ഇപ്പോൾ ഇത്രയും പ്രസിദ്ധമായ ഒരു അമ്പലത്തിലാണ് ഇങ്ങനെ വിവാഹം നടക്കുന്നത്, അതും ആദ്യമായിട്ട് തന്നെ. അപ്പോൾ എന്തെങ്കിലും പേടിയുണ്ടായിരുന്നു? അതായത് ഇപ്പോൾ കല്യാണം നടക്കുന്ന ടൈമിലാണെങ്കിലും ഇപ്പോൾ ആഫ്റ്റർ മാരേജും എന്തെങ്കിലും ഇതിൻ്റെ ബേസിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുന്നു, അങ്ങനെ എന്തെങ്കിലും ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു? കല്യാണത്തിന് ആ സമയത്ത് ടെൻഷൻ ഉണ്ടായിരുന്നു, അത് എല്ലാവർക്കും ഉണ്ടാകുന്ന പോലത്തെ ടെൻഷൻ. അല്ലാത്ത വേറെ ടെൻഷനോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. അങ്ങനെ ഇല്ല. അതായത് ഇപ്പോ ഒരു ട്രാൻസ് വിമൺ ആദ്യമായിട്ട് കല്യാണം കഴിക്കുക, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇനിയിപ്പോ വേറെ എവിടുന്നെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും. ബുക്ക് ചെയ്തത് ഓൺലൈനില്ല, കല്യാണം നമ്മൾ ഇതാക്കിയത് ഓൺലൈനില്ല. പക്ഷേ അതിന് മുന്നേ ഒരാഴ്ച മുന്നേ ഞങ്ങൾ ഗുരുവായൂർ തൊഴാൻ പോയപ്പോൾ അവിടെ ഞങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു, കല്യാണം മാരേജ് രജിസ്റ്റർ അല്ല മറ്റേ ബുക്ക് ചെയ്യാനാണെന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞാൽ കുഴപ്പമില്ല. ഇപ്പോൾ ട്രാൻസ്ഫോം പറഞ്ഞപ്പോൾ കുഴപ്പമൊന്നുമില്ല, ഹിന്ദു മതം വിശ്വസിക്കുന്ന ആർക്കും ഇവിടെ വന്ന് കല്യാണം കഴിക്കുന്നു. നേരിട്ട് പോയതാണ്. പക്ഷെ അവിടെ ഒരു മാസത്തിന്റെ ഉള്ളിലേ ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ പോയത് ഒരു മാസത്തിന്റെ കുറച്ചും കൂടി ഗ്യാപ്പ് ഉണ്ടായിരുന്നു, ഒരു മാസം 18 ദിവസം അങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു ഓൺലൈനായിട്ട് ചെയ്താൽ മതി, കുഴപ്പമൊന്നുമില്ല, അതിനൊന്നും കുഴപ്പമൊന്നുമില്ല പറഞ്ഞു. ഇല്ല, പക്ഷെ നിങ്ങളുടെ കല്യാണം കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നു ഒരുപാട് ആൾക്കാർക്ക് ഉണ്ടായിരുന്ന സംശയമായിരുന്നു എങ്ങനെ, അതായത് ക്ഷേത്രത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്ന ഒരു സപ്പോർട്ട് എങ്ങനെയായിരുന്നു, ഇങ്ങനെ സമ്മതിച്ചോ എന്നൊക്കെ ഉള്ള ഒരു. അവരുടെ ഭാഗത്തു നിന്നൊക്കെ നല്ല സപ്പോർട്ടാണ്, ഒരു കുഴപ്പമില്ലായിരുന്നു, സപ്പോർട്ടായിരുന്നു. അങ്ങനെ ആഗ്രഹിച്ച പോലെ അവിടെ തന്നെ കല്യാണം കഴിഞ്ഞു അല്ലേ? എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാൻ ആഗ്രഹം ഉണ്ടായിരിക്കും, എങ്ങനെയായിരിക്കും നിങ്ങൾ ഇങ്ങനെ കണ്ടത്, പരിചയപ്പെട്ടത്, പ്രണയത്തിലായത്, എങ്ങനെയായിരുന്നു ആ ഒരു ജേണി? അത് ഞാൻ പാലക്കാട് വന്ന സമയത്ത് ഇവരൊക്കെ മറ്റേത് ചെയ്യുന്ന പരിപാടി പ്രോഗ്രാം അങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു പ്രാവശ്യം കണ്ടു, പിന്നെ 2-3 പ്രാവശ്യം അങ്ങനെ കാണുമ്പോൾ അങ്ങനെ സംസാരിച്ച് നമ്പർ മേടിച്ചതാണ്. പിന്നെ അതങ്ങനെ സംസാരിച്ച് ഇങ്ങനെ കുറച്ച് കാലം ഒരു 4-5 മാസത്തിന്റെ ഫോണിൽ സംസാരിച്ച് അങ്ങനെ പിന്നെ ഞാൻ തന്നെയാണ് ഫസ്റ്റ് പ്രപ്പോസ് ചെയ്തത്. അപ്പൊ എന്തായിരുന്നു പ്രതികരണം? പ്രതികരണം എന്ന് പറഞ്ഞാൽ ആള് പറഞ്ഞു, ഓൾറെഡി ഞാനൊരു ചുടുവെള്ളത്തിൽ വീണ പൂച്ചയാണ്, ബ്രേക്കപ്പ് കഴിഞ്ഞിരിക്കുന്ന സമയം, പച്ചവെള്ളം കണ്ടാൽ പേടിക്കുവാന്ന്, എനിക്ക് കുറച്ച് ആലോചിക്കണം. ഓക്കെ, അങ്ങനെയൊക്കെ. എന്നെ ബ്ലോക്ക് ചെയ്യുന്ന ആളാണ്, വിളിച്ച 2 ദിവസം കഴിഞ്ഞാൽ എന്റെ സ്വഭാവം എന്താണ്, ഞാൻ എങ്ങനെയാന്നൊക്കെ അറിഞ്ഞിട്ട് ബ്ലോക്ക് ചെയ്യണമെന്ന് വിചാരിച്ചു. പക്ഷെ അന്ന് ബ്ലോക്ക് ചെയ്തില്ലെങ്കിൽ ചിലപ്പോൾ ഈ കല്യാണം ഒന്നും ഉണ്ടാവില്ല. അത് ചെയ്യാത്തോണ്ട് ഞങ്ങള് ഇവിടെ ഇരിക്കുന്നു. പേടിയായിരുന്നു ഫസ്റ്റ്, കാരണം ഫസ്റ്റത്തെ ഫ്ലോപ്പാണല്ലോ, അപ്പോൾ പേടിയായിരുന്നു. ആളത്ത് ഞാൻ പറഞ്ഞു, പിന്നെ ഞങ്ങൾ കുറേ സംസാരിച്ച് ഞങ്ങൾ അങ്ങോട്ടും കൂടെ നല്ല മനസ്സിലാക്കി. പിന്നെ ആളുടെ ക്യാരക്ടർ എനിക്ക് മനസ്സിലായി. പൊതുവേ എൻ്റെ അടുത്ത് സംസാരിച്ച കുറച്ച് ബോയ്സ് ചിലപ്പോൾ നമ്മൾ പ്രോഗ്രാമിനിടയ്ക്ക് പോകുമ്പോൾ നമ്മൾ അവിടെ പരിചയപ്പെടുന്നവരും ഈ കമ്മിറ്റി ഭാരവാഹികളൊക്കെ നമ്മുടെ നമ്പർ അവർക്ക് കൊടുക്കുമല്ലോ. അപ്പോൾ അങ്ങനെ അല്ലാതെ നമ്മുടെ നമ്പർ ഷെയർ ചെയ്ത് പോയിട്ടൊക്കെ കിട്ടുന്നവരുണ്ട്. അപ്പോൾ അവരൊക്കെ സംസാരിക്കുന്നത് ഭയങ്കര മോശമായിട്ട് സംസാരിക്കും. അപ്പോൾ ഇയാൾ ഇതുവരെയും ഇപ്പം ഇത്രയും കാലമായിട്ട് എൻ്റെ അടുത്ത് അങ്ങനെ വൾഗാരിറ്റിയിലൊന്നും സംസാരിച്ചിട്ടൊന്നുമില്ല. അപ്പം അതൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ പുറത്തേക്കൊക്കെ പോകുമ്പോൾ, ഇപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് ആണെങ്കിലും പോകുമ്പോൾ നമ്മുടെ കൂടെ വരാൻ ഭയങ്കര മടിയായിരുന്നു. മീൻസ് അതായത് ഞാൻ എൻ്റെ കൂടെ പഠിച്ചവർക്കൊക്കെ. പക്ഷെ ആളെൻ്റെ കൈ പിടിച്ചിട്ട് പബ്ലിക്കായിട്ടൊക്കെ പോകാൻ ഞാൻ ചോദിച്ചിട്ടുണ്ട്, എന്നോട് വരാൻ നാണക്കേട് അല്ലെങ്കിൽ ശമ്പളം എന്തെങ്കിലും ഉണ്ടോ, അതൊക്കെ എന്തിനാ, അത് നമുക്ക് നമ്മുടെ ഇതായിട്ടുള്ള രീതിയിൽ പോവാം, എനിക്ക് അങ്ങനത്തെ ഒന്നും ഇല്ല എന്ന് പറഞ്ഞു. അതൊക്കെയാണ് ഇഷ്ടപ്പെടാനുള്ള കാരണം. പിന്നെ അങ്ങ് ഇഷ്ടമെന്ന് പറഞ്ഞു, അങ്ങനെയല്ലേ? അപ്പൊ ഫ്രണ്ട്സ് ഒക്കെ എന്തെങ്കിലും പറഞ്ഞിരുന്നു, അതായത് ഇങ്ങനത്തെ ഒരു റിലേഷൻ ആണ്, ഇങ്ങനെ ഒരാളാണെന്നൊക്കെ പറയുമ്പോൾ? അത് ഫസ്റ്റ് ടൈം ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവര് എന്തിനാണ് ഇങ്ങനെ, വേണ്ട, നമ്മുടെ നാട്ടില് അങ്ങനെയൊക്കെ. അതായത് നമ്മുടെ നാട്, ഞാനൊരു ചേളാരി, മലപ്പുറം ചേളാരി പറഞ്ഞ സ്ഥലത്താണ് എൻ്റെ വീട്.
കുറച്ച് ഉള്ളേരിയ ചേടാരിയിൽ നിന്ന് ഉള്ളിലേക്ക് കുറച്ച് പോകണം. ഒരു നാട്ടും പ്രദേശമാണ്. അവിടെ ഒന്നും ഇങ്ങനത്തെ ആൾക്കാർ എന്താ പറയുക, അവർക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ട്. ഇപ്പൊ കമ്പനിക്കാരായാലും ശരി. ട്രാൻസ്ജെൻഡേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താന്ന് ചോദിക്കുന്ന ആൾക്കാർ അത്രയും ഭയങ്കര. പിന്നെ ഇപ്പോൾ ഓക്കെ ആയി. കാരണം വെച്ചാൽ എൻ്റെ വീട്ടുകാർ അംഗീകരിച്ചപ്പോൾ എൻ്റെ കമ്പനിക്കാർ ഫ്രണ്ട്സ് എല്ലാവരും ഓക്കെ ആയി. എൻ്റെ കല്യാണത്തിനൊക്കെ മൊത്തം എല്ലാവരും അവർ തന്നെയാണ് എല്ലാത്തിനും എല്ലാ കാര്യങ്ങളും കൂടി നമ്മൾ ചെയ്യാൻ അവരെ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട്, ഫാമിലി സപ്പോർട്ടീവ് ആണോ അതോ അവർ രണ്ടുപേരും എടുത്ത തീരുമാനം എങ്ങനെയായിരുന്നു എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കുറേ ആൾക്കാർ. ഞങ്ങൾ രണ്ടുപേരും തീരുമാനിച്ചു. പിന്നെ ഞങ്ങൾ ആളുടെ ഫാമിലിയും എൻ്റെ ഫാമിലിയും ഒരുമിച്ചാക്കാൻ വേണ്ടി കുറേ ടൈം എടുത്തു. അതിനാണ് ഈ 9 വർഷം. നേരത്തെ വീട്ടുകാരെ മറ്റേ അവർക്ക് വലിയ കുഴപ്പം എതിർപ്പൊന്നും ഫസ്റ്റ് അവരുടെ ഭാഗത്തൊന്നും വല്ലാതെ വന്നിട്ടില്ല. പക്ഷെ എൻ്റെ വീട്ടിൽ നിന്നാണ് ഭയങ്കര പ്രശ്നം വന്നത്. നല്ല പ്രശ്നം പറഞ്ഞാൽ അത്യാവശ്യം നല്ല പ്രശ്നമായിരുന്നു. പിന്നെ അവരെന്ത് ചെയ്തിട്ടും ഞാനിതൊന്ന് പിന്തിരിഞ്ഞ് പോകില്ലാന്ന് അവർക്ക് മനസ്സിലായി. പിന്നെ ഇങ്ങനെ ഒറ്റക്കാലിൽ നിന്നു. അതിൽ പിന്നെ ഓക്കെ വീട്ടുകാർ സമ്മതിച്ചു. അച്ഛൻ പറഞ്ഞു എന്തായാലും ഇപ്പോൾ ഞാനിവിടെ കണ്ട് ഇതാക്കുന്നതല്ലേ ഉള്ളൂ. വീട്ടുകാർ തമ്മിൽ ഒരു കോണ്ടാക്ട് ഇല്ല. എപ്പോഴെങ്കിലും വിളിക്കുമ്പോൾ അമ്മയോട് സംസാരിക്കല്ലേ ഉള്ളൂ. അവർ വീട്ടുകാരെ കാണണം, എന്താ അവസ്ഥ, അവരെ അവസ്ഥകൾ അറിയണ്ടേ. അങ്ങനെ നിശ്ചയം എൻഗേജ്മെൻറ്റ് വെക്കണം എന്ന് പറഞ്ഞിട്ട് റിംഗ് എക്സ്ചേഞ്ച് കഴിഞ്ഞു. കഴിഞ്ഞ വർഷം ജൂൺ 25-ാം തീയതിയായിരുന്നു എൻഗേജ്മെന്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അവൻ്റെ വീട്ടിൽ നിന്ന് ആൾക്കാർ വന്നിട്ടാണ് എൻഗേജ് ചെയ്തത് പോയത്. അങ്ങനെ ഇപ്പൊ എല്ലാവരും സപ്പോർട്ടീവ് ആണല്ലേ? അത് എൻ്റെ ഫാമിലിയിൽ മൊത്തം പറയുന്നില്ല, എല്ലായിടത്തും എല്ലാ ഫാമിലിയും ഉണ്ടാവും. ഏത് സാധാ കല്യാണം നടക്കുകയാണെങ്കിലും ഇപ്പം എൻ്റെ ഒരു പെങ്ങളെ കല്യാണം നടന്നു. അത് എൻ്റെ ഒരു മാമൻ, അതായത് അങ്കിള് വന്നിട്ടില്ല. അവരെന്നെ എൻ്റെ കല്യാണത്തിനും കൂടിയിട്ടില്ല. അതേപോലെ എൻ്റെ അച്ഛൻ്റെ ഒരു അനിയൻ, അവരും കൂടിയിട്ടില്ല. പിന്നെ ബാക്കി എല്ലാവരും ഉണ്ട്. ഇപ്പോൾ ഈ കമ്മ്യൂണിറ്റിയിലെ എല്ലാവരും സപ്പോർട്ടീവ് ആയിരുന്നു? എൻ്റെ കൂടെ എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും ഉണ്ടായിരുന്നു. എല്ലാവരും അവരെന്താ പറഞ്ഞേ ഇങ്ങനെ കല്യാണം കഴിക്കുക? അവരെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര സന്തോഷമായിരിക്കും അല്ലേ? അവർ പറയുന്നത് ഭാഗ്യം ചെയ്തതാണെന്നൊക്കെ പറയാം. കാരണം ഫാമിലി അംഗീകരിച്ച് അവരുടെ വീട്ടിൽ പോയിട്ട് ഇരിക്കുകയാണല്ലോ, അങ്ങനെ കുറവാണല്ലോ. അതുകൊണ്ട് ആദ്യം ആരോടാ പറഞ്ഞ എനിക്ക് ഇങ്ങനെ ഒരു ഇഷ്ടമുണ്ട് എന്നൊക്കെ? ഇപ്പോ ഫ്രണ്ട്സിനെ അറിയാം. കാരണം ഞങ്ങൾ അന്ന് ടിക്ടോക്ക് ഭയങ്കരമായിരുന്നല്ലോ. ടിക്ടോക്കിലൊക്കെ വീഡിയോ ഒക്കെ ചെയ്ത് അങ്ങനെ കണ്ടു. പിന്നെ മനസ്സിലാക്കി ഇയാളെ പിന്നെ നാട്ടിലെ ആൾക്കാർ ആണല്ലേ? അറിയാം. പക്ഷെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പാലക്കാടിക്കാൻ മുങ്ങും. അങ്ങനെ പിന്നെ എന്നെ കാണാണ്ടാവല്ലോ. അപ്പൊ അവർക്ക് ഞാൻ എങ്ങോട്ട് പോകണം അറിയാനുള്ള ക്യൂരിയോസിറ്റി. അങ്ങനെ പിന്നെ വീഡിയോസും കാര്യങ്ങളൊക്കെ വന്ന് ഞാൻ ഒരിക്കൽ അതേപോലെ സ്റ്റാറ്റസ് ഒക്കെ അന്ന് വെക്കുമ്പോൾ മറ്റുള്ളവരെ ഹൈഡ് ചെയ്തിട്ട് നമുക്ക് കാണേണ്ട ആൾക്കാരെ മാത്രം ആക്കി വെക്കും. പിന്നെ ഒരു ദിവസം എന്തോ ഇതിൽ അങ്ങനെ വന്ന് ഒരു കൈ തട്ടി ഗ്രൂപ്പിൽ ഫോട്ടോ വന്ന് അങ്ങനെയൊക്കെ എല്ലാവർക്കും മനസ്സിലായി. പിന്നെ അങ്ങനെ ലാസ്റ്റ് കൈയോടെ പിടിച്ചു. ഇപ്പൊ നിങ്ങള് കല്യാണം കഴിഞ്ഞപ്പോ 5 ദിവസമായല്ലേ? 5 ദിവസമാണ്. ഇപ്പോ സജിത്തിന്റെ വീട്ടിൽ പോയി. അപ്പൊ അവിടെ എങ്ങനെയാ ഫാമിലി, നാട്ടുകാര് എല്ലാവരും? അച്ഛനമ്മയും ഭയങ്കര സ്നേഹം ആണ്. അച്ഛനമ്മ ഭയങ്കര സ്നേഹം. പിന്നെ നാട്ടുകാർ ഞാൻ എല്ലാവരും നമുക്ക് കണ്ടിട്ടുള്ളൂ, പരിചയപ്പെടാൻ പറ്റിയിട്ടില്ല. എന്നാലും അടുത്ത വീട്ടിലവരൊക്കെ ഒന്ന് സംസാരിക്കുകയൊക്കെ ചെയ്തു. നല്ലതാ. ആണല്ലേ? ഇപ്പൊ സജിത്തിന്റെ അമ്മയാണെങ്കിലും ഭയങ്കര കെയറിങ്ങും കാര്യങ്ങളൊക്കെ ആണോ? ആണല്ലേ? അങ്ങനെ ഇപ്പോൾ നിങ്ങൾക്ക് ഒരു സൈഡിൽ സപ്പോർട്ടീവ് ആണെങ്കിലും മറ്റൊരു സൈഡിൽ ഇപ്പോൾ നമ്മൾ ഇൻസ്റ്റഗ്രാമിലൊക്കെ കമൻസ് എടുത്തു കഴിഞ്ഞാൽ നെഗറ്റീവ്സ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ സൊസൈറ്റി എത്രയൊക്കെ ചേഞ്ച് ആയി എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇപ്പോൾ ട്രാൻസ്ജെൻഡേഴ്സ് കല്യാണം കഴിക്കുന്നു എന്ന് പറയുമ്പോൾ അക്സെപ്റ്റ് ചെയ്യാത്ത ആൾക്കാരുണ്ട്. അവർ ചിന്തിക്കുന്നത് എന്തിനാണ് ഇവർക്ക് വിവാഹം, എന്തിനാണ് ഫാമിലി ലൈഫ് എന്നൊക്കെ ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? ഞങ്ങൾ ബാഡ് കമൻസിന് ഞാനൊന്നും റിപ്ലൈ കൊടുക്കാറില്ല. ജസ്റ്റ് ഒന്ന് ഇഗ്നോർ ചെയ്ത് വിടും, ശ്രദ്ധിക്കാറില്ല. പക്ഷെ നമ്മളെ പറഞ്ഞുകൊണ്ട് കുഴപ്പമില്ല. നമ്മുടെ വീട്ടുകാരെയും ചേർത്ത് പറയുമ്പോൾ ചെറുതായിട്ട് സങ്കടം വരാറുണ്ട്. ഇപ്പൊ അധികം പറഞ്ഞത് പ്രവീൺ എന്ന് പറഞ്ഞൊരു പയ്യൻ ഉണ്ടായിരുന്നല്ലോ, അവരെ വെച്ചിട്ടാണ് ഇപ്പൊ ഞങ്ങളതാണ്. അവൻ മരിച്ചു, നാളെ പിറ്റേന്ന് എനിക്കും അത് വരില്ലേ? ആ കമന്റ് നിങ്ങൾ കയറി നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരാളെ ലൈഫിൽ ഒരു സംഭവം നടന്നു വെച്ചിട്ട് എല്ലാവർക്കും അത് ബാധിക്കേണ്ട ആവശ്യമില്ലല്ലോ. അതില്ല. നമ്മള് എന്താ പറയാ, അതേ എല്ലാവരുടെ ജീവിതം ഒരേപോലെ ആവണമെന്നില്ല, എല്ലാവരുടെ സ്നേഹം ഒരേപോലെ ആവണമെന്നില്ലല്ലോ. അതിന് കുറെ കമന്റ്, അതായത് ഞങ്ങളെ കല്യാണത്തിന് കുറെ നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടാവും, ആൾക്കാരൊക്കെ കുറെ ആൾക്കാർ വന്നിട്ടുണ്ട്. അപ്പൊ അവരെന്നെയാണ് ഈ കല്യാണം അതും നടത്തി കൊടുത്തത്. ഇപ്പൊ അവൻ ജീവനോടില്ല, അങ്ങനെ കുറെ കമന്റുകൾ. അതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് എന്താ പറയാ, നമ്മളൊരാളെ മരിക്കാൻ വേണ്ടിയിട്ടാണ്. അതെ. അപ്പൊ നെഗറ്റീവ് കമന്റ്സ് ഒന്നും ശ്രദ്ധിക്കാറില്ല. ഞാനത് മുകളിലത്ത് ആദ്യം കണ്ടിട്ടുണ്ട്. അല്ലെങ്കിലും നോർമലി ഇപ്പൊ എൻഗേജ്മെന്റ് കഴിഞ്ഞ സമയത്തൊക്കെ ആദ്യം നല്ല നല്ല കമന്റുകൾ, പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഓരോ ആൾക്കാരുണ്ടാവില്ല നമ്മളെ ചൊറിയാൻ വേണ്ടിയിട്ട്. കൂടുതൽ നല്ല കമന്റ് ആട്ടോ. നല്ല ആൾക്കാരും നന്നായിട്ട് നല്ല കമന്റ് ചെയ്യുന്നവരാണ്.
അതെ, ഞാൻ ഒരുപാട് കമന്റ്സ് കണ്ടു. നല്ല തുടക്കം. കൂടുതൽ എനിക്ക് തോന്നുന്നു സജിത്തിനെയാണ് കൂടുതൽ ആൾക്കാർ ഭയങ്കര സപ്പോർട്ടീവ് ആക്കുന്നത് അല്ലേ? ഇങ്ങനെ ഒരു ജീവിതം കൊടുത്ത് അതെ അതെ അതെ. ഇപ്പൊ കമന്റ്സിലേക്ക് വരികയാണെങ്കിൽ തന്നെ എനിക്ക് തോന്നുന്നു ഇപ്പോൾ നെഗറ്റീവ് കമന്റ്സിൽ തന്നെ കുറെ ആൾക്കാർക്ക് നിങ്ങളുടെ ഫ്യൂച്ചർ ലൈഫ് എങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ ഇപ്പോ ലൈഫ് എങ്ങനെയായിരിക്കും, അതൊക്കെയാണ്. അതായത് എനിക്ക് പച്ചയായി ചോദിക്കാന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ ചോദ്യങ്ങൾ. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇപ്പൊ നിങ്ങൾ ഇനിയിപ്പോ ആഫ്റ്റർ കേൾക്കുവാണെങ്കിൽ അതിനോടൊക്കെ എങ്ങനെ പ്രതികരിക്കും? അതൊക്കെ നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് അവർ ഇടപെടുന്നത്. അതിലൊന്നും ഞങ്ങളൊന്നും അഭിപ്രായം പറയാൻ പോകില്ല. അതൊക്കെ നമ്മുടെ പേഴ്സണൽ കാര്യങ്ങളാണല്ലോ. ഇപ്പൊ അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമ്മൾ അന്വേഷിക്കാൻ പോകില്ല. അവർ നമ്മുടെ അന്വേഷിക്കാൻ വരണ്ട. പക്ഷെ കമന്റ് ഇടായിരിക്കും, അവർക്ക് അത്രയല്ലേ പറ്റുള്ളൂ. അതെ അതെ. അത് പ്രതികരിക്കാൻ നിന്നാ പിന്നെ നമുക്ക് അതിന്റെ നേരം ഉണ്ടാവുള്ളൂ. എല്ലാവർക്കും എല്ലാവരുടെയും പേഴ്സണൽ ലൈഫ് ഉണ്ട്, അതെ, അത്രയേ ഉള്ളൂ. ഓക്കെ. ഇനിയിപ്പോ നിങ്ങളുടെ മാരേജ് കണ്ടിട്ട് തന്നെ ഇപ്പോൾ ഈ ട്രാൻസ് കമ്മ്യൂണിറ്റിയിൽ തന്നെ ഒരുപാട് പേർക്ക് ഇതുപോലെ കല്യാണം കഴിക്കാൻ ആഗ്രഹമുള്ള ഒരുപാട് ആൾക്കാരുണ്ടായിരിക്കും. അതെ. അപ്പോ ഒരുപക്ഷെ ഇങ്ങനെ ചിലപ്പോൾ റിലേഷനിലുള്ളവരുണ്ടായിരിക്കാം, പുറത്തു പറയാൻ പേടിച്ചിരിക്കുന്നവരുണ്ടായിരിക്കാം. ഇപ്പൊ എല്ലാവരും സജിത്തിനെ പോലെ ധൈര്യത്തോടെ കടന്നു വരണമെന്നില്ലല്ലോ. അതെ അതെ, സപ്പോർട്ട് ഇല്ലാന്നാണ്. അപ്പൊ അവരോട് എന്താ പറയാനുള്ളത്? അവരോട് വീട്ടുകാരോട് തുറന്നു പറയണം. നമ്മൾ മറച്ചു വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും നമ്മൾ എന്തും നേടാൻ പറ്റില്ല. വീട്ടുകാരോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ അവരും ഫസ്റ്റൊക്കെ കുറച്ച് ഇതാക്കുമായിരിക്കും, പിന്നീട് അവരും സ്വന്തം മക്കളല്ലേ, അവരെന്തായാലും അംഗീകരിക്കും എന്നാണ് എൻ്റെ ഒരു. അങ്ങനെയാണ്. ഇപ്പോ സ്റ്റെല്ലയുടെ ഇപ്പൊ സർജറി ഒക്കെ കംപ്ലീറ്റ് ആയോ? കംപ്ലീറ്റ് ആയി. ഇപ്പൊ എല്ലാം ഓക്കെ ആണ്, ഇപ്പൊ പ്രശ്നങ്ങളൊന്നുമില്ല. ഞാൻ ചോദിക്കട്ടെ, ഇനി നിങ്ങളുടെ സ്വയം പറയൂ, എന്താണ് സജിത്ത്, എന്താ പരിപാടികളൊക്കെ? കോൺട്രാക്ട് വർക്കാണ്. ഓക്കെ. മലപ്പുറത്ത് തന്നെയാണ്. ഞാനിപ്പോ തലശ്ശേരി ആയിരുന്നു, അതൊക്കെ കല്യാണത്തിന് കുറച്ച് മുന്നേ. പിന്നെ പ്രോഗ്രാംസ് ഡാൻസ് ആണ്, പിന്നെ ഒരു സ്കൂളിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇല്ല, ഇനിയിപ്പോ നോക്കണം. പ്രോഗ്രാംസ് ഒക്കെ ചെയ്യുന്നുണ്ട്. ഇനി ആഫ്റ്റർ മാരേജ് പ്രോഗ്രാമുകളും കാര്യങ്ങളൊക്കെ ചെയ്യുമല്ലേ? ഓക്കെ. ഇവിടെയാണ് കേട്ടോ, മലപ്പുറത്താണ് കൂടുതലും പ്രോഗ്രാംസ് വരുന്നത്. കൊച്ചിയിലും അങ്ങനെയൊക്കെ അല്ലേ? കൊച്ചിയിലും പാലക്കാടും ഉണ്ട് ഇഷ്ടംപോലെ. പാലക്കാട്, കൊല്ലം. എന്ത് ടീച്ചറാണ് പ്രൊഫഷൻ? ഡാൻസും പിന്നെ ഡ്രോയിങ് കൊണ്ട് വരയ്ക്കുമല്ലേ? ആണോ? സൈത്തിന് വരച്ചിട്ടുണ്ടോ ചോദിക്കട്ടെ? വരച്ചിട്ടുണ്ട്. ഇനി എങ്ങനെയാ ഹണിമൂണ്, ട്രിപ്പ് കാര്യങ്ങളൊക്കെ? ഹണിമൂണ് പോണം, പക്ഷെ ഇപ്പൊ ഇവരുടെ ഫാമിലിയിൽ കുറച്ച് കല്യാണം ഉണ്ട്. പിന്നെ ഇവരുടെ പെങ്ങൾ പ്രഗ്നന്റ്. അപ്പൊ 8ാം മാസമാണ്, അതിന്റെ തിരക്ക്. പിന്നെ വീട് ഓപ്പണിംഗ് ആണ് അടുത്ത മാസമാണ്. അല്ല, ഓഗസ്റ്റ്, ഒക്ടോബർ, സെപ്റ്റംബർ 1-ാം തീയതിയാണ്. അപ്പൊ അതൊക്കെ തിരക്ക് കഴിഞ്ഞിട്ട് ഫ്രീ ആയിട്ടൊന്ന്. ഇഷ്ടമാണോ ട്രിപ്പ് പോവാൻ രണ്ടുപേർക്കും? എനിക്ക് ഇഷ്ടമാണ്. ആണ്, ഓൾറെഡി പോയതാണ്. അപ്പൊ ഇനി ശരിക്കും നിങ്ങൾക്ക് ഇനി ഹണിമൂൺ ഒന്നും ചോദിക്കാൻ പറ്റില്ലല്ലോ. ആവശ്യമില്ല, കാരണം ഊട്ടി, കൊടൈക്കനാൽ എല്ലാ സ്ഥലത്തും ഞങ്ങൾ പോയി. നിങ്ങൾ രണ്ടുപേരും ഒരേ വൈബാണോ അതോ രണ്ടുപേരും രണ്ട് ഇതാണോ? എനിക്ക് സംസാരിച്ചപ്പോ അല്ല, ട്രിപ്പ് മാത്രല്ല മൊത്തത്തില്. അതായത് എനിക്ക് ഡ്രസ്സൊക്കെ എടുക്കാൻ ഭയങ്കര ഇഷ്ടം, ആൾക്കും അതുപോലെയാ. പിന്നെ ഫുഡൊക്കെ നല്ല നല്ല ഫുഡൊക്കെ വെളിയിൽ പോയിട്ട് കഴിക്കാൻ ഇഷ്ടം, ആൾക്കും അതുപോലെ തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ ഫോട്ടോസൊക്കെ എപ്പോഴും ഫോണിൽ ഇങ്ങനെ എടുക്കും, സെൽഫി. ഒരേപോലെയാണ്. എനിക്കിങ്ങനെ സംസാരിക്കുമ്പോ തോന്നി രണ്ടുപേരും ഏകദേശം. സൈത്തിനെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നുക. കാരണം ഇങ്ങനെ ഒരു ഡിസിഷൻ എടുത്തു എന്ന് പറയുമ്പോൾ നമുക്കൊരു പേഴ്സണലി ഒരു ഭയങ്കര സന്തോഷം ഉണ്ടായിരിക്കുമല്ലോ. ശരിക്കും അങ്ങനെ, അതായത് അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടായിരിക്കില്ല, എന്നാലും ഞാൻ ചോദിക്കാം, അങ്ങനെ എപ്പോഴെങ്കിലും വിചാരിച്ചിരുന്നു ഞാൻ ഇങ്ങനെ ഒരാളെ ആയിരിക്കും കല്യാണം കഴിക്കുക? അങ്ങനെയൊന്നും ഇല്ല. ഞാൻ ഇവളെ പരിചയപ്പെടുന്നത് 21 വയസ്സാവുമ്പോഴാണ്. 21 വയസ്സിലല്ലേ? ഓക്കെ. അന്ന് എന്താ പറയാ, അതിന് മുന്നേ ഒന്നും അന്നത്തെ ചിന്ത മൈൻഡ് ഒന്നും ഇല്ല. പക്ഷെ ഫസ്റ്റ് ഒന്നും അറിയില്ലല്ലോ, ഞങ്ങൾ പരിചയപ്പെട്ട സമയത്ത് ഇത് എന്താണ് എങ്ങനെയാണെന്നൊന്നും ഒരു അറിയില്ല. പിന്നെ ഞങ്ങൾ കൂടുതൽ അങ്ങനെ അടുത്തതിന് ശേഷമാണ് ഞങ്ങൾ എല്ലാ കാര്യങ്ങളും അറിയുന്നത്. ഞാൻ നേരത്തെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇപ്പൊ ചിലപ്പോൾ ഭാവിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരും, നല്ല ചിന്തിച്ചിട്ട് ആലോചിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ആള് അതിൽ നിന്നൊന്നും മാറിയില്ല. ഒറ്റതിൽ നിന്നു. ഇനിയിപ്പോൾ നിങ്ങൾ, എനിക്ക് തോന്നുന്നു ഇനി കൂടുതലും എനിക്ക് സജിത്തിനാണെങ്കിലും സ്റ്റെല്ലയാണെങ്കിലും കൂടുതലും കേൾക്കാനുള്ള ഒരു ക്വസ്റ്റ്യൻ വെച്ചാൽ ബേബി എന്നുള്ളൊരു സംഭവമായിരിക്കും. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ ആഗ്രഹമുണ്ട്, ഇല്ലാന്നില്ല. പക്ഷെ അതൊക്കെ അറിഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ, വീട്ടുകാർക്കും അറിയാം, ഞങ്ങൾക്കും അറിയാം, ഞങ്ങളിതെല്ലാം എല്ലാവരും അറിഞ്ഞിട്ട് തന്നെയാണ് ഞങ്ങൾ അറിയാതൊന്നും ചെയ്യുന്നില്ലല്ലോ. പിന്നെ മറ്റുള്ളവർക്കൊക്കെയാണ് ഇതിൻ്റെ ഇങ്ങനെ അതറിയാനുള്ളൊരു ക്യൂരിയോസിറ്റി. ഞങ്ങൾക്ക് അങ്ങനെ ഒരു ദത്തെടുക്കാനുള്ള ഓപ്ഷനൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെ ചെയ്യും. കുറേ ഓപ്ഷൻസ് ഉണ്ടല്ലോ,
ഇപ്പൊ അങ്ങനെ ഒന്നും ചിന്തിക്കുന്നില്ല, കുറച്ചുകൂടെ കഴിഞ്ഞിട്ട്. ഇനിയിപ്പോ ഇനിയിപ്പോ സജിത്ത് ഗൾഫ് പോവാന്ന് പറഞ്ഞു, അപ്പൊ ഇനി വീട്ടിലൊറ്റയ്ക്കായിരിക്കും. ബുദ്ധിമുട്ടുണ്ടോ വീട്ടിലൊറ്റയ്ക്ക് ഇരിക്കാനൊക്കെ? അങ്ങനെ പ്രശ്നമൊന്നുമില്ല? അമ്മയുണ്ടല്ലോ, അമ്മയുണ്ട്. അമ്മയുണ്ട്. പെങ്ങളുണ്ട്. പെങ്ങളിപ്പോ പ്രസവം കഴിഞ്ഞു കഴിഞ്ഞപ്പോ കുറച്ച് എന്തായാലും വീട്ടിലായിരിക്കും. പിന്നെ പെങ്ങളെ കുട്ടീൻ്റെ 7 വയസ്സാണ് മോൾക്ക്. നല്ല കമ്പനിയാണ്. അങ്ങനെ ബുദ്ധിമുട്ടുണ്ടോ മാറി നിൽക്കാൻ? അതായത് മാറി നിൽക്കണേൽ ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്, പക്ഷെ നമ്മുടെ ജോലി വേണ്ടേ? ആണ്. ഞാൻ ചോദിച്ചതെന്ന് വെച്ചാൽ ചില ആൾക്കാർക്ക് ഉണ്ടായിരിക്കില്ലേ, ഹസ്ബൻഡ് പോകുമ്പോൾ ഒരു ബുദ്ധിമുട്ടായിരിക്കും, അങ്ങനെ ഇങ്ങനെ അങ്ങനെയൊക്കെ ഉണ്ടോ? ഉണ്ട്, കുറച്ചൊക്കെ ഉണ്ട്. ആദ്യം ആള് ഞാൻ സ്നേഹിക്കുന്ന സമയത്ത് ഗൾഫിലേക്ക് ഒരു ചാൻസ് കിട്ടിയതാ. ഞാൻ പോണ്ടാന്ന് പറഞ്ഞിട്ട് കരഞ്ഞപ്പോൾ ആള് പോകണ്ടെന്നാണ് എപ്പോഴും പോയിട്ടുണ്ടാവും. അതായത് ഞാൻ ഇഷ്ടമായി കഴിഞ്ഞ് ആ സമയത്ത് കുവൈത്തിലേക്കൊരു ഓഫർ വന്നിട്ടുണ്ടായിരുന്നു. മെഡിക്കലെല്ലാം കഴിഞ്ഞതാണ്. ആള് പറഞ്ഞു സ്നേഹിച്ച് തുടങ്ങിയിട്ടുള്ള അപ്പോൾ തന്നെ പോവാണെന്ന് ചോദിച്ചു. അതിൽ അന്നത് ക്യാൻസലാക്കി. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ അടുത്ത് ഇങ്ങനെ പറയും, നിങ്ങൾ ഗൾഫ് പോകും. അത് ഇവൾക്ക് അറിയില്ലല്ലോ അങ്ങനെ ഒരു സംഭവം മറന്നുപോയി അവള്. ഞാൻ രണ്ടാമത് എടുത്തിട്ടു. നീ കാരണം ഞാൻ പോകാത്തത് അത് ഓർക്കണം എന്ന് പറഞ്ഞു. ഇടയ്ക്കിടെ എൻ്റെ അടുത്ത് ഇങ്ങനെ പറയും. അങ്ങനെയല്ല, നമ്മൾ വലിയ നിലയിൽ എത്താൻ വേണ്ടിയിട്ടല്ല, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അങ്ങനെ എന്തെങ്കിലും ഒരൊറ്റ ചോദ്യം ചോദിച്ച് പിടിച്ചു നിർത്തിയല്ലേ എന്നൊക്കെ. അങ്ങനെയാണ്. ഇനിയിപ്പോ പോകുമ്പോ ചോദിക്കുവോ അങ്ങനെ പോണ്ടെന്ന് പറയുമോ? ഇല്ല. പറഞ്ഞ എന്താ ചെയ്യാ? പോവും. പറഞ്ഞാലും പറഞ്ഞില്ലേ നമുക്ക് പോകണല്ലേ. ഓക്കെ. ഇപ്പൊ ഈ ഫാമിലി സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ 9 വർഷം എന്നുള്ള ഒരു ടൈം എന്ന് പറഞ്ഞല്ലോ. ഇപ്പൊ ഫാമിലി സപ്പോർട്ട് 9 വർഷം വന്നിട്ടില്ല. ഞങ്ങൾ എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ട് പോയി ഏകദേശം 1 വർഷം കഴിഞ്ഞു. ഓക്കെ. 3 വർഷം എടുത്തു നിങ്ങളുടെ ഫാമിലി ഇതാക്കാൻ. കുറച്ച് 4-5 വർഷം എന്തായാലും എൻ്റെ ഫാമിലിയുടെ എന്ന് വെച്ചാൽ എൻ്റെ അച്ഛൻ്റെ ഫാമിലിയിൽ കുറച്ച് എതിർപ്പുണ്ടായിരുന്നു. അമ്മേൻ്റെ ഫാമിലിയിൽ എതിർപ്പ് മീൻസ് എൻ്റെ ഒരു അമ്മാവൻ, അതായത് എൻ്റെ അമ്മാവനും അച്ഛൻ്റെ അനിയന്മാർ അവരൊക്കെ വന്നിട്ട് എന്നെ ഇതേപോലെ എന്താ പറയുക ചോദിക്കല്ലോ, എന്തിനാണ് എങ്ങനെയാണ്, വേണ്ട, നല്ലൊരു ഭാവി ഉണ്ടാവില്ല എന്നൊക്കെ ഉണ്ടായിരുന്നു. അതപ്പോൾ ഞാൻ അവരടുത്ത് പറഞ്ഞു, ഇപ്പോൾ എന്ത് പറഞ്ഞു കാര്യമില്ല, എനിക്ക് അയാളാണ് പറ്റുള്ളൂ, ഇല്ലാതെ പറ്റില്ല അങ്ങനെയൊക്കെ പറഞ്ഞ്. അതിൻ്റെ ശേഷം എൻ്റെ അടുത്ത് അവർ എന്നോടുള്ള ഇതുണ്ടല്ലോ അത് കുറച്ച് കുറഞ്ഞു. അല്ല എന്നെ ഭയങ്കര കാര്യം എൻ്റെ മാമനൊക്കെ, പക്ഷെ അതില്ലാണ്ടായി. അങ്ങനെ അവരും കൂടിയിട്ടില്ല പരിപാടിക്ക്, അത്രേ ഉള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ല. ഇപ്പൊ ഈ സപ്പോർട്ട് കിട്ടിയില്ലെങ്കിൽ അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുമായിരുന്നു? അത് ഞങ്ങൾ ആദ്യമേ പറഞ്ഞ കാര്യമാണ്. ഇപ്പൊ നമ്മളടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഇനിയിപ്പോ സപ്പോർട്ട് കിട്ടിയതിന് ശേഷമേ കല്യാണം കഴിക്കൂ. ഇപ്പോൾ ആദ്യം എൻ്റെ അടുത്ത് പറഞ്ഞു, എനിക്കൊരു ആഗ്രഹമുണ്ട്, ഞാൻ കല്യാണം കഴിക്കുകയാണെങ്കിൽ വീട്ടുകാർ സപ്പോർട്ട് ചെയ്തിട്ട് നിങ്ങളെ വീട്ടിൽ താമസിക്കാനാണ് എനിക്ക് ആഗ്രഹം. അത് ദൈവം സഹായിച്ച് അങ്ങനെ തന്നെ നടന്നു. പക്ഷെ ഞാനൊരു ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചിലപ്പോൾ ആരും സപ്പോർട്ട് ചെയ്തില്ല എന്ന് വരും, അപ്പം നിനക്ക് ഞാൻ ഉണ്ടാവും, നമ്മൾ അത് അങ്ങനെ ആ സമയത്ത് നമ്മൾ പറയല്ലോ, അത് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അപ്പോൾ മൊത്തത്തിൽ എല്ലാം കൊണ്ടും സാഹചര്യം അനുകൂലമായി എന്ന് പറയാല്ലേ. എത്ര വർഷം കാത്തിരുന്നതിനൊരു ഫലം കിട്ടി. പിന്നെ എന്താ വെച്ചാൽ ഒരു ചെറിയ സങ്കടം പറയാ വെച്ചാൽ എൻ്റെ പെങ്ങള് എൻ്റെ 8 മാസം പ്രഗ്നൻ്റ് ആണ്. അവൾക്ക് എൻ്റെ കല്യാണം ഗുരുവായൂർ വന്ന് കാണാൻ പറ്റിയിട്ടില്ല. കാരണം നമുക്കറിയാലോ, നമ്മൾ ഹിന്ദുക്കളിൽ 8 മാസമൊക്കെ ആയി കഴിഞ്ഞാൽ അമ്പലത്തിലൊന്നും പോകാൻ പറ്റാത്തൊരു വിഷയം ഉണ്ടല്ലോ. അപ്പം അതൊരു സങ്കടം മാത്രം. പക്ഷെ അവൾ റിസപ്ഷന് അടിപൊളിയായിട്ട് അവൾ എൻജോയ് ചെയ്തു. അത്ര. പിന്നെ നിങ്ങളിങ്ങനെ വിചാരിച്ചിരുന്നോ മീഡിയ അറ്റൻഷനൊക്കെ ഇത്ര കിട്ടുന്നൊക്കെ? ഇല്ലല്ലേ. അതായത് ഇങ്ങനെ കല്യാണം നടക്കാന്ന് എങ്ങനെ പറഞ്ഞിരുന്നോ? അതായത് ഇപ്പൊ ഇൻസ്റ്റഗ്രാമിലോ അങ്ങനെ എന്തെങ്കിലും? ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല, ഞാൻ ഫ്രണ്ട്സിനെ അറിയിച്ചിട്ടുണ്ടായിരുന്നു, അവരാണ് മീഡിയ അറിയിച്ചു തോന്നുന്നു. ആണല്ലേ. പിന്നെ ഞങ്ങള് വിചാരിച്ചില്ല ഇത്രയും. പക്ഷെ നിങ്ങക്ക് ഭയങ്കര ഇതായി. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഗുരുവായൂർ അമ്പലത്തിലെ ആദ്യത്തെ ട്രാൻസ് കല്യാണം. അതെ, അതാണ് ചരിത്രം മാറ്റി കുറിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഓരോ വീഡിയോസും. ചരിത്രം കുറിക്കാൻ വേണ്ടിട്ടൊന്നല്ല, ആഗ്രഹമാണ്. ഇപ്പൊ ഏത് ആൾക്കാർ ഇപ്പൊ ആര് ചോദിച്ചാലും ഗുരുവായൂർ പോയി കല്യാണം കഴിക്കാന്നുള്ളൊരു ഡ്രീം ആയിട്ടുള്ള കുറെ പേർക്ക് ഉണ്ടാവും. അതുപോലെ ഒരു സ്വപ്നമാണ്. ഇപ്പൊ നിങ്ങൾ രണ്ടുപേരും കാരണം എനിക്ക് തോന്നുന്നു ഇനിയുള്ള ആൾക്കാർക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഓക്കെ ധൈര്യത്തോടെ പോവാം. അവർക്കൊരു ധൈര്യമല്ലോ. ചിലവർക്ക് കുറെ ആൾക്കാർക്ക് പേടിയുണ്ടാവും, അങ്ങനെ നടക്കാൻ പറ്റുമോ, നടത്തുവോ പറഞ്ഞിട്ടൊക്കെ. എനിക്കും അത് അത്ഭുതം. അവിടെ ആരും പോയി അന്വേഷിച്ചിട്ടുണ്ടായിരിക്കില്ല ഇങ്ങനെ കല്യാണം കഴിക്കാൻ പറ്റില്ല. അതായിരിക്കും ഇത്ര ഇതായത്. അപ്പൊ ഞങ്ങളവിടെ പോയി, ഞങ്ങള് എന്താ പറയാ ജൂണിലാണ് പോയത്. ഞാൻ ഇവളും കൂടിയാ പോയത്. പോയി അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞു 1 മാസത്തിന്റെ ഉള്ളിൽ ചെയ്യാൻ പറ്റില്ല, നിങ്ങൾ ഓൺലൈനായിട്ട് ചെയ്യാം. ഞാൻ പറഞ്ഞു ആളിങ്ങനെ ട്രാൻസ്ജെൻഡറാണ്. അതൊന്നും കുഴപ്പമില്ല. അവർ പറഞ്ഞു മനുഷ്യനല്ലേ, ഹിന്ദു മതമല്ലേ, ഓക്കെ. അതായത് കൃഷ്ണനെ എന്താ പറയാ ആരാധിക്കുന്നവരല്ലേ, കൃഷ്ണനെ വിശ്വസിക്കുന്നവർക്ക് അവിടെ വന്ന് കല്യാണം കഴിക്കാം.
അങ്ങനെയാണല്ലോ, കൃഷ്ണനെ ഇഷ്ടമുള്ളവർ എല്ലാ മതത്തിലും ഉണ്ടല്ലോ. ഇപ്പോൾ എനിക്ക് തോന്നുന്നു കമ്പാരിറ്റീവ്ലി ട്രാൻസ്ജെൻഡേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർക്ക് ഓക്കെ ഇങ്ങനൊരു ഒരു വിഭാഗമുണ്ട്, അവർ ഫാമിലി ആയിട്ട് ജീവിക്കുന്നവരാണെന്ന് ചിന്തിക്കുന്നവരുണ്ട്. പക്ഷെ അപ്പോഴും ഒരു സൈഡിൽ ഇവരെ അക്സെപ്റ്റ് ചെയ്യാത്ത ആൾക്കാരുണ്ട്. അപ്പോൾ ഇപ്പോഴും അക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്ന് പറയുമ്പോൾ അങ്ങനെ കേൾക്കുമ്പോൾ വിഷമം വരാറുണ്ടോ? വിഷമമല്ല, എന്താ പറയാ, സഹതാപമാണ്. കാരണം എന്താ വെച്ചാൽ ഇത്രയും ആൾക്കാർ കാണിച്ചു തന്ന ഓരോരുത്തരല്ലേ എന്തൊക്കെ ട്രാൻസുകൾ എന്തൊക്കെ ഒരു നിലയിലെത്തിയിട്ടുണ്ട്. കുറേ പേര് നല്ല നല്ല നിലയിലെത്തിയതിനൊന്നും ആർക്കും കാണില്ല. പക്ഷെ എന്താണോ തെറ്റ് ചെയ്യുന്നത് അതിൻ്റെ പുറകെയാണ് എല്ലാവരും പോകുന്നത്. ഒരാൾ തെറ്റ് ചെയ്ത് ഈ കമ്മ്യൂണിറ്റി മൊത്തം കുറ്റം പറയുന്നവരാണ് എല്ലാവരും. അവരോടൊന്നും പറയാനില്ല. അവർക്ക് ഞങ്ങളെപ്പോലുള്ളവർ ഓരോരുത്തർ ഞങ്ങളിങ്ങനെ ഓരോന്ന് ചെയ്യുന്നത് കണ്ട് അതുതന്നെയാണ് അവർക്കുള്ള റിപ്ലൈ. അതായത് പറയുന്നവർ എപ്പോഴും പറഞ്ഞുകൊണ്ടേയിരിക്കുമല്ലേ. ഇപ്പൊ ഈ ട്രാൻസ്ജെൻഡർ കാറ്റഗറിയിൽ തന്നെ ഒരുപാട് ആൾക്കാർ പേരെടുത്ത ആൾക്കാരുണ്ട്, അതേസമയം പേരെടുക്കാത്ത ആൾക്കാരും ഉണ്ട്. അപ്പോൾ ഇവര് എല്ലാവരെയും സമൂഹം രണ്ട് രീതിയിൽ നോക്കി കാണുന്നുണ്ട്. അതിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? അതെന്ന് വെച്ചാൽ ഓരോരുത്തർക്കും ഓരോ കാഴ്ചപ്പാടല്ലേ. അപ്പോൾ അവര് ഇപ്പം ഞാൻ പറയണ ഞങ്ങളെപ്പോൾ ഇങ്ങനെ ഞങ്ങളിങ്ങനെ ഓരോരുത്തരുടെ കണ്ടിട്ടായിരിക്കും അതാണ് ഞങ്ങൾക്ക് അവർക്കുള്ള റിപ്ലൈ. പിന്നെ അവർ പറയുന്നവർ പറഞ്ഞു പോട്ടെ എന്നുള്ളൊരു കഥയുള്ളൂ. അങ്ങനെയാണ്. ഇപ്പോൾ സ്റ്റെല്ല ഫാമിലിയിൽ എങ്ങനെയായിരുന്നു ഫസ്റ്റ് തന്നെ? ഇപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു ട്രാൻസ് വുമൺ ആവാം അങ്ങനെ പറയുമ്പോൾ ഉള്ളൊരു ഇതൊക്കെ എങ്ങനെയായിരുന്നു, റിയാക്ഷനൊക്കെ? അവർ എതിർപ്പായിരുന്നു. ആണോ? പിന്നെ ഞാൻ എൻ്റെ വാശിക്ക് നിന്ന് പിന്നെ കുറച്ചൊക്കെ ഞാൻ വീട്ടിൽ നിന്ന് പണിയൊക്കെ നിന്ന് ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ പോയി നിന്നിട്ടുണ്ട്. പിന്നെ അമ്മയ്ക്ക് എന്നെ കാണാതിരുന്നൊന്നും പറ്റില്ല. അപ്പം അമ്മ വിളിച്ച് കരയിലൊക്കെ ആയി പിന്നെ അവർ സമ്മതിച്ചതാണ്. അങ്ങനെയായിരുന്നു. ഏത് ഏജിൽ, അതായത് ഭയങ്കര ചെറുപ്പത്തിലായിരുന്നു അതോ? അല്ലല്ല, ഒരു 10 വർഷമായിട്ടുള്ളൂ. ആണ്. ഇപ്പോൾ എല്ലാവരും ഫാമിലി എല്ലാവരും ഭയങ്കര സപ്പോർട്ടീവാണ്, മോളെ പോലെയാണ് എല്ലാവരും കാണുന്നത് ആണ്. അപ്പൊ ആദ്യം പേര് എന്തായിരുന്നു? അപ്പോൾ ഷിജു എന്നായിരുന്നു. ആണല്ലേ, ഓക്കെ. അപ്പോൾ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോൾ പുതിയൊരു ലൈഫായി അല്ലേ? അല്ല, ഇങ്ങനെ വിചാരിച്ചിരുന്നു? അതായത് സ്റ്റെല്ല ഇങ്ങനെ ഇപ്പോൾ അതായത് ഇപ്പോൾ സർജറിക്കൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ വിചാരിച്ചു എന്തായാലും ഫാമിലി ലൈഫ് വേണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടാവുമല്ലോ? ഉണ്ടായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ കുറേ ആൾക്കാർ ഇപ്പോൾ ട്രാൻസ് വിമൺ തന്നെ ട്രാൻസ് മെന്നിനെ കല്യാണം കഴിക്കുന്നവരുണ്ട്, അങ്ങനെയുണ്ട്. അങ്ങനെ വിചാരിച്ചിരുന്നു? അതായത് ഞാനിപ്പോൾ ഫാമിലി ലൈഫ് ആവുകയാണെങ്കിൽ ഇങ്ങനത്തെ ഒരാളെ ആയിരിക്കും കല്യാണം കഴിക്കുക, അങ്ങനെ ഉണ്ടായിരുന്നു? ഇല്ല, അതിനു മുന്നേ നമ്മൾ പരിചയപ്പെട്ട് കഴിഞ്ഞല്ലോ. ആണല്ലേ? അതായത് ഇവൾക്ക് ഇതിനെ കുറിച്ച് അറിയുന്നതിന് മുന്നേ ഞങ്ങൾ പരിചയപ്പെട്ട് കഴിഞ്ഞാൽ. അപ്പൊ എനിക്ക് അതിന് ശേഷമാണോ ഇപ്പൊ ഈ സർജറിയും ഒക്കെ നടക്കുന്നത്? ഓക്കെ. അതായത് എന്നെ പോലെ നോർമലി നിൽക്കുന്ന സമയത്താണ് ഞങ്ങൾ ഇഷ്ടത്തിലായത്. അതിന്റെ ശേഷമാണ് സർജറി കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നത്. അതാണ് നിങ്ങൾ ഇത്രയും ബോണ്ട് ആയതല്ലേ, എല്ലാം അറിയുന്ന കാരണല്ലേ? എനിക്ക് തോന്നുന്നു ഇപ്പൊ ഈ കമന്റ്സ് ഇടുന്ന ആൾക്കാർക്ക് ഇതിനെ കുറിച്ചൊന്നും അറിയില്ലല്ലോ. അതായത് നിങ്ങളിപ്പോ പെട്ടെന്ന് കണ്ടു കല്യാണം കഴിച്ചു എന്നുള്ള രീതിയിലായിരിക്കും. അതെ അതെ, ഇപ്പൊ പറഞ്ഞത് കൊണ്ട് അറിഞ്ഞത്. കൊറേ കമന്റ് ഉണ്ട്, ഇത് ഇനി എത്ര നാള്, ഇതിപ്പോ ഒരു വർഷം ഒന്നില്ലെങ്കിൽ പിരി അല്ലെങ്കിൽ ഒരാൾ മരിക്കും, ഇതാണ് കമന്റുകൾ ഫുള്ളും. ഒരു വർഷത്തിനുള്ളിൽ അങ്ങനെയാണ് പറയുന്നത്. പക്ഷെ ഞങ്ങൾ ഇത്രയും കാലം സ്നേഹിച്ച് നടന്ന ആൾക്കാരാണ്. ഞങ്ങൾ കുറേ ആലോചിച്ചെടുത്ത തീരുമാനമൊന്നും ആർക്കും അറിയില്ല. ഇല്ല, ഇപ്പൊ ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് എല്ലാവർക്കും അറിയാം. ഇവര് കുറേ വർഷം 9 വർഷം പ്രണയിച്ച് എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ടാണ് ഇവരൊരു ഫാമിലി ലൈഫിലേക്ക് വന്നിട്ടുള്ളത് അല്ലേ? പിന്നെ കുറെ ആൾക്കാർ ചോദിക്കുന്നുണ്ട് കേട്ടോ, പബ്ലിസിറ്റിക്ക് വേണ്ടി ചെയ്താണോ? അതെനിക്ക് തോന്നുന്നു സൈത്തിനോടെ കുറെ ആൾക്കാർ ചോദിക്കുന്നതാണ്, പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടാണോ കല്യാണം കഴിക്കുന്നത്? ഇല്ല, ജീവിതം ഒന്നല്ലേ ഉള്ളൂ. അത് നമ്മൾ എന്താ പറയാ മറ്റുള്ള കാഴ്ച ഇതാക്കാൻ വേണ്ടിട്ട് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അതെ അതെ അതെ. ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കഴിക്കാൻ നമ്മൾ സിം എടുക്കണ പോലെ ഒഴിവാക്കി ഓഫർ കഴിഞ്ഞ് ഒഴിവാക്കലല്ലോ, ഇത് ലൈഫ് ലോങ് വേണ്ടേ? അങ്ങനെ. അപ്പൊ ഇനി നമുക്കൊരു സെഗ്മെന്റ് പോലെ ചെയ്യാം. ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കും, അതിന് മറുപടി പറയാം. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണേ. ഓക്കെ. ഫണ്ണി ആയിട്ടുള്ളത്, ടെൻഷൻ ഒന്നും പിടിച്ചിരിക്കല്ലേ? എനിക്കിത് സജിത്തും കാണുമ്പോൾ ഭയങ്കര ഇതായി പിടിച്ചിരിക്കുന്ന പോലെ തോന്നാം. ഓക്കെ. അതായത് സജിത്ത് സ്റ്റെല്ലോട് പറയാണ്ട് ചെയ്ത ഒരു കാര്യം. ഇവളങ്ങനെ ഭയങ്കര സീരിയസ് ആയിട്ടൊന്നും ചിന്തിച്ചു പോകല്ലേ? ഫ്രണ്ട്സിന്റെ കൂടെ ഒന്ന് ട്രിപ്പ് പോയിട്ടുണ്ട്. ആണോ? അത് സ്റ്റാറ്റസ് കണ്ടിട്ടാണ് ഇവിടെ അറിഞ്ഞത്. അല്ലാതെ വേറെ ഒന്നുമില്ല? അല്ലാതെ ഓൾറെഡി ഞാൻ എപ്പോഴും വിളിച്ച് വെറുപ്പിക്കുന്ന കൂട്ടത്തിലാണ്, എന്തുണ്ടെങ്കിലും ഷെയർ ചെയ്യും. ആണല്ലേ? ഞാൻ കഴിക്കുന്നത് എന്താണോ അത് വരെ അടുത്ത് ഫോട്ടോ എടുത്ത് അയച്ചു കൊടുക്കും. അങ്ങനത്തെ ഒരു മൈൻഡാണ്. അല്ലാതെ പറയാ അങ്ങനത്തെ ഒന്നും ഒളയും മറയൊന്നും എൻ്റെ ലൈഫിൽ ഓളായിട്ട് ഉണ്ടായിട്ടില്ല. ഇല്ല. സ്റ്റെല്ല മനസ്സിൽ അതിന് സ്റ്റെല്ലോട് ചോദിക്കട്ടെ, സൈത്തിനോട് പറയാണ്ട് ചെയ്ത എന്തെങ്കിലും കാര്യം കേട്ടോ? ഇഷ്ടം പോലെ. എന്താ പറയാ? ചെറിയ ചെറിയ കാര്യങ്ങൾ തന്നെ. ഫ്രണ്ട്സിന്റെ കൂടെ പോകുമ്പോൾ ഞാൻ ചിലപ്പോൾ നുണയ്ക്ക് പറഞ്ഞു, ഞാൻ വീട്ടിലാണെന്ന് പറയും. ആണോ? വീട്ടിലാന്ന് പറയും. പിന്നെന്താ അങ്ങനെ ചെറിയ ചെറിയ തന്നെ. ഇല്ല, അങ്ങനെ എന്തെങ്കിലും പറയാൻ പേടിച്ചിട്ടുണ്ടോ? അയ്യോ പറഞ്ഞു കഴിഞ്ഞാൽ ചീത്ത കേൾക്കൂ, അങ്ങനെ എന്തെങ്കിലും?
ഇത് തന്നെയാണ്. അതായത് ഒരുപാട് ഇങ്ങനെ ഫ്രണ്ട്സിൻ്റെ കൂടെ അങ്ങനെ പോയിട്ട് ഇരിക്കുന്ന ആൾക്ക് ഇഷ്ടമല്ല. ആണോ? വീട്ടിൽ തന്നെ ഇരിക്കുന്നത് ഇഷ്ടം. മീൻസ് വെറുതെ കറങ്ങാൻ പോകുന്നത് അങ്ങനെയാണ്. അതൊക്കെ പറയാതെ അതെന്താ അങ്ങനെ? ഒന്നുമില്ല, ഞാനിങ്ങനെ ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ പറയും. അങ്ങനെ പോണത് പറഞ്ഞിട്ട് പോകണം കുഴപ്പമില്ല, അങ്ങനെയൊക്കെ പോകുമ്പോൾ അതിന് മാത്രം ദേഷ്യം. ആണല്ലേ, അങ്ങനെ വേറെ പ്രശ്നമൊന്നുമില്ല. ഓക്കെ, ഇനി മോസ്റ്റ് കെയറിങ് വൺ ആരാ ഇതിൽ ഏറ്റവും കൂടുതൽ കെയറിങ് ആയിട്ടുള്ള ഒരാള്? ആണോ ശരിക്കും? ആണ്, അവളല്ലേ പറയണ്ടേ. ആണ്. അപ്പൊ എന്താ സ്റ്റെല്ല കെയറിങ് അല്ലേ? അങ്ങനെയല്ല, കെയറിങ് ആണ്. പക്ഷെ അവളെക്കാട്ടും കൂടുതൽ കെയർ ഞാൻ ചെയ്യാറുണ്ട്. ആണോ? ഉപദ്രവമൊന്നുമില്ല ഞാൻ ഇവള് ആണ്. അതായത് നിങ്ങൾ പരിചയപ്പെട്ട ടൈം തൊട്ടേ അങ്ങനെയാണോ? ആണല്ലേ. പുറത്തേക്ക് പോകാൻ ഭയങ്കര കംഫർട്ടാണ്, കൊണ്ടുപോകുമ്പോൾ ഭയങ്കര ഇതാ, നമുക്ക് നല്ലൊരു ധൈര്യം. ഇങ്ങനെ ഭയങ്കര പാമ്പർ ചെയ്ത് കൊണ്ട് നടക്കോ? അങ്ങനെയാണ്. കൊണ്ടുനടക്കണ പോലെ കൊണ്ട് നടക്കും. ആണോ? എനിക്ക് വയ്യാന്നൊക്കെ. ഓക്കെ, ഇനി അടുത്തത് ചോദിക്കാം. അതായത് ഇതില് ഭയങ്കര ഫോർഗിവിങ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് ആരാ? ഫോർഗിവിങ്, ആ, എപ്പോഴും വിട്ടുകൊടുക്കുന്ന ഒരാളുടെ എങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞ് വിട്ടുകൊടുക്കുന്ന ആള് ഞാൻ തന്നെ. ആണോ? ചെറുതായിട്ടൊക്കെ രണ്ടുപേരും കുറച്ച് അത്യാവശ്യത്തിന്. ചില കാര്യങ്ങളൊക്കെ വാശിയുണ്ട് കുറച്ച്. സ്റ്റെല്ലയ്ക്ക് എന്ത് പറയുമ്പോഴാ കൂടുതൽ ദേഷ്യം വരിക? ഞാൻ കൂടുതലായിട്ട് ഫോൺ വിളിക്കും. അതായത് ഇപ്പൊ വിളിച്ചൊരു 5 മിനിറ്റ് സംസാരിച്ച് കഴിഞ്ഞാൽ 10 മിനിറ്റ് പിന്നെ ഞാൻ വിളിക്കും. പിന്നെ അത് മാത്രമല്ല, ഞാൻ ചിലപ്പോൾ എന്തെങ്കിലും തിരക്കിലായിരിക്കും, ചില പ്രോഗ്രാം മേക്കപ്പ് ചെയ്യാനെന്തെങ്കിലായിരിക്കുമ്പോൾ വിളിച്ചു കഴിഞ്ഞാൽ കട്ടാക്കും. അപ്പോൾ ആള് ഞാൻ തിരക്കാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കട്ട് ചെയ്യുന്നത്, കണ്ടിന്യൂസ് വിളിച്ചോണ്ടിരിക്കും. എനിക്ക് ഫോൺ വിളിച്ചാൽ ബിസി ആക്കാൻ ഇഷ്ടമല്ലാത്തൊരു കാര്യമാണ്. ഇഷ്ടമല്ല. അപ്പോൾ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് എടുത്ത് സെക്കൻഡ് ഞാൻ തിരക്കിലാണ്. ഓക്കെ, അത് കഴിഞ്ഞു, അതില്ലല്ലോ, അപ്പം പിന്നെ വിളിച്ച് വെറുപ്പിക്കും. അപ്പം പിന്നെ ലാസ്റ്റ് ഞാൻ ബ്ലോക്ക് ആക്കാണ്ട് ശരിയാകുമ്പോൾ ഞാൻ നിർത്തും, പിന്നെ വിളി നിർത്തും. പിന്നെ ആള് ഫ്രീയാകുമ്പോൾ വിളിക്കട്ടെ വിചാരിക്കും. ഇനി അടുത്തത് സ്റ്റെല്ലോട് ചോദിക്കാം, സൈത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ്? ബീഫ് ബിരിയാണി ആണ്. സൈത്ത് എല്ലാത്തിനും തലയാട്ടിക്കൊണ്ടിരിക്കും. അവൾക്ക് അറിയാലോ, ബീഫ് ഇഷ്ടം. എനിക്ക് ചിക്കൻ ഇഷ്ടം, ആൾക്ക് ബീഫ് ആണല്ലേ. ഞാൻ അങ്ങോട്ട് ചോദിക്കാൻ വരികയായിരുന്നു ഏതാ ഇഷ്ടം, അപ്പൊ ഇങ്ങനെ പറഞ്ഞു ചിക്കൻ ആണെന്ന്. ഇനി ഇഷ്ടമല്ലാത്ത ഫുഡ് ഏതാ സൈത്ത് പറ? സ്റ്റെല്ലയ്ക്ക് ഇഷ്ടമല്ലാത്ത ഫുഡ്? മീനില്ലേ? ആ, ഫിഷ് ഒന്നും കഴിക്കില്ല? ചെറിയ മീനുകൾ മാത്രം, മത്തി, ചാള എന്നൊക്കെ പറയല്ലോ, അതൊക്കെ കഴിക്കും, വലുതൊന്നും കഴിക്കില്ല. ഇപ്പൊ ഇഷ്ടമില്ലാത്ത ഒരു പച്ചക്കറി പറയാൻ പറഞ്ഞാലേ ഏതാ പറയാ? ഇവൾക്കാ? ആ, ഇവൾക്ക് എല്ലാ പച്ചക്കറി ഇഷ്ടമാണ്. എല്ലാം ഇഷ്ടമാണോ? ഇതൊക്കെ ശരിയാണോ? എനിക്കെല്ലാം ഇഷ്ടം. എല്ലാം ഇഷ്ടമാണ്. ഒരു പാലക്കാട് ഭാഗത്ത് അധികം പച്ചക്കറിയാണ്. ഞങ്ങളെ മലപ്പുറത്ത് ആണ് മറ്റേ ചെറുപയർ, വെള്ളപ്പയർ, ഇങ്ങനത്തെ കറികളെ കൂടുതൽ വിൽക്കുക. ആണല്ലേ. വൻപയർ അറിയില്ല? വൻപയർ അറിയാം. ഇനി സ്റ്റെല്ല പറയാ എന്താ ഇഷ്ടമല്ലാത്ത സൈത്തിന്? പച്ചക്കറി ഇഷ്ടമല്ല. അതെന്താ, മലപ്പുറംകാരനായതുകൊണ്ടാണോ? അവിടെ കൂടുതലും നോൺ ആയതുകൊണ്ടാണോ? അവിടെ രാവിലെ അവർക്ക് 10 രൂപയുടെ മീൻ കറിയാ. നമ്മളങ്ങനെ പച്ചക്കറി ഇഷ്ടമല്ല എന്നല്ല, ഇലവർഗ്ഗങ്ങൾ ഇഷ്ടമല്ല, പയറുവർഗ്ഗങ്ങൾ ഇഷ്ടമല്ല, പിന്നെ വേറെ കുറച്ച് ഇതിൽ ഒന്നും. അത് ബീൻസ് പിന്നെ അങ്ങനത്തെയൊക്കെ ഇഷ്ടം. ബീൻസ് പിന്നെ കോളിഫ്ലവർ അങ്ങനത്തെയൊക്കെ ഇഷ്ടമാണ്. ഓക്കെ, രണ്ടാളും പഠിച്ചിട്ടാ വന്നിരിക്കുന്നത്. കാരണം എന്റെ ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിക്കേണ്ടതൊന്നും ഇതാവുന്നില്ല എന്നൊക്കെ. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പഠിച്ച. പിന്നെ ഒരു കാര്യമുണ്ട്, 9 വർഷമൊക്കെ പ്രേമിച്ച ആൾക്കാരല്ലേ അല്ലേ? അപ്പൊ എല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടായിരിക്കും അല്ലേ? കൂടുതലൊന്നും സംസാരിക്കാനുണ്ടാവില്ല അല്ലേ? ഓക്കെ, ഇനി എന്ത് ഡ്രസ് ഇട്ട് കാണാനാ സ്റ്റെല്ലേനെ കൂടുതലും ഇഷ്ടം? ചുരിദാർ, ഫ്രോക്ക് അങ്ങനത്തെയാണ്. അതാണ് അധികം ഇട്ട് കാണാറ്. സാരി ഒക്കെ എപ്പോഴെങ്കിലൊക്കെ. അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അതായത് മോഡേൺ ഡ്രസ് ഇടുന്നത് ഇഷ്ടമല്ല, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അങ്ങനല്ലോ, ഞാൻ തന്നെ അധികം വാങ്ങി കൊടുക്കും ഡ്രസ്സ്. കുറച്ച് മോഡേണൊക്കെ ആവും, പക്ഷെ ഓവർ മോഡേൺ എനിക്ക് ഇഷ്ടമല്ല. കാട്ടിക്കൂട്ട എന്നൊക്കെ പറയല്ലോ, അത് എനിക്ക് ഇഷ്ടമല്ല. കുറച്ച് മോഡലും വേണം, എന്നാലും പറ്റ ഇതും ആവരുത്, അങ്ങനത്തെ രീതിയിലത്തെ ഡ്രസ്സ്. അങ്ങനെയാണ്. ഇനി സ്റ്റെല്ലയ്ക്കോ? ഷർട്ടും പാന്റും, മുണ്ടൊന്നും? മുണ്ടും ഇടയ്ക്കൊക്കെ ഇഷ്ടമാണ്, പക്ഷെ പാന്റ് ഷർട്ട് ഞാൻ ഒന്നുകൂടെ നന്നായി ചെയ്തു തോന്നുന്നു. ഇതിപ്പോ എന്താണെന്നറിയോ, ക്വസ്റ്റ്യൻസ് ഞാൻ പ്രിപ്പയർ ചെയ്ത് ചോദിക്കുമ്പോൾ എല്ലാം നിങ്ങൾക്ക് രണ്ടുപേർക്ക് എല്ലാം അറിയാം. അത് കാരണം ഇപ്പൊ ഞാൻ ചോദിക്കുന്നത്, മറ്റേത് ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ആർക്കെങ്കിലും ഒക്കെ എവിടെയെങ്കിലും ഒക്കെ ഒരു ഇതാവും. നിങ്ങൾക്ക് രണ്ടുപേർക്കും എല്ലാം അറിയാം. ഓക്കെ, അപ്പൊ സെഗ്മെന്റ് ഇത്ര മതി. ഞാൻ സെഗ്മെന്റ് പകുതി വെട്ടിച്ചുരുക്കി, കാരണം നിങ്ങൾക്ക് എല്ലാം അറിയാം, കാരണം എനിക്ക് ആവശ്യമുള്ളതൊന്നും കിട്ടില്ല എന്നൊക്കെ. അപ്പൊ ഇനി നിങ്ങളുടെ ഫ്യൂച്ചർ പ്ലാൻസും കാര്യങ്ങളൊക്കെ എങ്ങനെയാ? ഫ്യൂച്ചർ എന്താ പറയാ, ആള് ഗൾഫിൽ പോകാനുള്ളൊരു ഇത് വേക്കൻസി വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇത് ചെയ്യുന്ന അവരെ കമ്പനിയിൽ തന്നെ അത് റെഡി ആവുക വെച്ചാൽ പോകാൻ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം നമുക്ക് എന്തെങ്കിലും പണമാണല്ലോ വേണ്ടത്. പൈസ ഉണ്ടെങ്കിൽ നമ്മളെ കൂടെ ആൾക്കാരുണ്ടാവും. അത് എന്തിൻ്റെ ഒരു ഫ്രണ്ട്ഷിപ്പ് അങ്ങനെയല്ല ഞാൻ പറയണത്. നമ്മളെ കയ്യിൽ 10 രൂപ ഉണ്ടെങ്കിൽ നമ്മളെ കൂടെ ആളുണ്ടാവും. നമ്മളെ കയ്യിൽ ഒന്നും ഇല്ലെങ്കിൽ ആരും ഉണ്ടാവില്ല. നമുക്ക് ഒരാളോട് കൈ നീട്ടാതെ നമുക്ക് ജീവിക്കാനുള്ള എന്തെങ്കിലും ആയിക്കഴിഞ്ഞാൽ നല്ല രീതിയിൽ മുന്നോട്ട്. മാത്രമല്ല പിന്നെ ഇങ്ങനെ ആയതുകൊണ്ട് തന്നെ ഇപ്പം നമ്മൾക്ക് എന്താ പറയാ, മറ്റുള്ളവരുടെ മുന്നിൽ കുറച്ചും കൂടെ നല്ലതായിട്ട് ജീവിച്ച് കാണിക്കണം എന്നൊരു ആശയം കൂടി ഉണ്ട്. അങ്ങനെ എന്തെങ്കിലും ഒരു മൈനസ് മാർക്ക് കിട്ടാൻ കാത്തിരുന്ന ആൾക്കാരുണ്ട് ഒരുപാട്. അപ്പോൾ അവരുടെ ഇടയിൽ നമ്മൾ കുഴപ്പമില്ല,
എന്തായാലും ശരി നല്ല രീതിയിൽ ജീവിക്കുന്നുണ്ടല്ലോ എന്നുള്ള ഒരു വാക്ക് കേൾക്കുമ്പോൾ സന്തോഷമില്ല. അത് കേൾക്കാൻ വേണ്ടി അങ്ങനെയല്ല കേട്ടോ ഞാൻ പറയുന്നത്, അങ്ങനെ കേൾക്കാം, അത് മുന്നോട്ട് പോകുന്നത്. അതായത് വിമർശിക്കുന്നവരുടെ മുന്നിലും പരിഹസിക്കുന്നവരുടെ മുന്നിലൊക്കെ നല്ലപോലെ ജീവിച്ച് കാണിക്കണം അല്ലേ? അതാണ് ആഗ്രഹം. ഇപ്പൊ ശരിക്കും എന്താ ഫീൽ ചെയ്യുന്നത്? അതായത് കല്യാണം കഴിഞ്ഞ് 5 ദിവസമായി. ഭയങ്കര സന്തോഷം, കാരണം ഇപ്പൊ ഇത്രയും വൈറലാവുമെന്ന് വിചാരിച്ചില്ല. പിന്നെ ഇതിന്റെ ഈ തിരക്കിലാണ്, വിരുന്നുകളാണ് ഇപ്പൊ ഫുള്ളും. എവിടെയും പോയിട്ടില്ല. ഇല്ല, ഇവിടെ വീട്ടിലേക്ക് ഫസ്റ്റ് വന്നത്. ഇന്ന് മറ്റേ ചേച്ചീൻ്റെ വീട്ടിലേക്ക് ചെല്ലാൻ വേണ്ടി പറഞ്ഞിട്ടാണ്, പക്ഷെ ഇങ്ങോട്ട് വരേണ്ട ഇതുകൊണ്ട് അത് ഇതാക്കി വെച്ച് നാളെ പോകണം. നാളെ പോയിട്ട് പിന്നെ 26-ാം തീയതി തിരിച്ച് പിന്നെ ഇങ്ങോട്ട് തന്നെ വരണം. പിന്നെ ഫുള്ള് പരിപാടികളാണ്. ഇവിടെ ഫ്രണ്ടിന്റെ ഒരു കല്യാണം, നമ്മളൊരു ഫ്രണ്ടാണ്, സിനുക്കന്നിന്റെ കല്യാണമാണ് അടുത്ത മാസം 5-ന്. ഓക്കെ ഓക്കെ ഓക്കെ. ഇനിയിപ്പോ ഫുള്ള് തിരക്കായിരിക്കും അല്ലേ? ഇപ്പൊ പുറത്തേക്കൊക്കെ ഇറങ്ങുമ്പോ ആൾക്കാർ തിരിച്ചറിയാൻ തുടങ്ങി, ഇവര് കല്യാണം കഴിഞ്ഞതല്ലേ, അങ്ങനെ ചോദിക്കുന്നുണ്ടോ? അതുണ്ട്, പക്ഷെ അതിന് മുന്നേ ഞങ്ങൾ ഇൻസ്റ്റയിൽ കുറെ റീൽസ് കാണാറുണ്ടല്ലോ. ഓക്കെ ഓക്കെ. അങ്ങനെ എല്ലാവർക്കും അധികമൊക്കെ അറിയാം. പക്ഷെ എനിക്ക് തോന്നുന്നു കല്യാണം കഴിഞ്ഞതിന് ശേഷം കുറച്ചും കൂടിയും ഭയങ്കര ഇതായിരുന്നല്ലേ? വൈറലായപ്പോ ഒരുപാട് ചാനലിൽ വന്നു, യൂട്യൂബ് ചാനലുകൾ വന്നു, ഇൻസ്റ്റാഗ്രാമിൽ തന്നെ കുറെ പേജുകളുണ്ടല്ലോ ഞങ്ങളെ വീഡിയോസ് ആയിട്ട്. നിങ്ങളുടെ മുഖത്ത് ഇങ്ങനെ കാണാനുണ്ട് സന്തോഷം, രണ്ടുപേരുടെയും മുഖത്ത്. വേറൊരു ഇതെന്താണെന്നറിയോ, എൻ്റെ കൂടെ പഠിച്ച 10ാം ക്ലാസ്സിലൊക്കെ പഠിച്ച കുറെ പേരുണ്ട്. അപ്പോൾ നമ്മുടെ അടുത്തൊന്നും സംസാരിക്കുക പോലും ചെയ്യാത്തവര് തേടിയിട്ട് ഇൻസ്റ്റയിൽ വന്നിട്ട് മെസ്സേജ് അയക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ കല്യാണം കണ്ടിട്ടുണ്ടായിരുന്നു എന്നിട്ട് അപ്പോൾ നമ്മൾ അന്വേഷിച്ച് വന്നിട്ട് അവർ മെസ്സേജ് അയക്കുന്നുണ്ട്. അവരൊന്നും തീരെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരിക്കില്ല അല്ലെ ഇങ്ങനെ കല്യാണം നടക്കും അങ്ങനെയൊന്നും. എല്ലാവരും പറഞ്ഞത് ഏറി കഴിഞ്ഞാൽ ഇപ്പോൾ ഫസ്റ്റ് ഞങ്ങൾ പ്രണയിക്കുന്ന സമയത്തായാലും ശരി അത് വല്ലാതെ ഉണ്ടാവില്ല. കാരണം ഇവിടെ പാലക്കാട്, ഞാൻ മലപ്പുറത്ത്, ഏറിക്കഴിഞ്ഞാൽ 1-2 ആൾക്കാരെയൊന്നും ഞാൻ പറയണില്ല, ആൾക്കാരുണ്ടായിരുന്നു. ഇവരെ ബേസിലായാലും ശരി, എന്താ പറയുക, നമ്മൾ മലയാളത്തിൽ പറയാം കണ്ണുകടി, ഒരു ഇതുള്ള അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ നമ്മൾ മാറ്റി പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്, ഞങ്ങൾ തമ്മിൽ പണക്കവും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അടിപൊളി പണക്കൊക്കെ ഉണ്ടാവാറുണ്ട്. ഞാൻ ബ്ലോക്ക് ചെയ്തൊക്കെ വെക്കും. കല്യാണത്തിന് ഒരാഴ്ച മുന്നേ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ എനിക്ക് വിളിക്കുന്ന സ്വഭാവം, കാരണം വെച്ചാൽ എനിക്ക് വിളിക്കാൻ ഇവിടെ മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ ആ രീതിയിൽ ഭയങ്കര സ്വീറ്റ്, എനിക്ക് ഇവിടെ മാത്രമല്ലേ ഉള്ളൂ വിളിക്കാൻ. ഇവിടെ ഉള്ള തിരക്കും കാര്യങ്ങളൊക്കെ ആവല്ലോ നമുക്ക്. പിന്നെ എൻ്റെ ഓരോ ഫ്രീ ആകുമ്പോൾ ഞാനിങ്ങനെ വിളിക്കും, അതിൻ്റെ പേരിൽ ഇങ്ങനെ ചിലപ്പോൾ വിളിച്ച് 10 മിനിറ്റ് കഴിഞ്ഞ് പിന്നെ വിളിക്കും, പിന്നെ കട്ടാക്കി പിന്നെ വിളിച്ചേമിൽ വിളിച്ചു അപ്പം ബ്ലോക്ക് ആക്കും. അങ്ങനെയാണ് അങ്ങനെ. അപ്പൊ എന്തായാലും ഇനി നിങ്ങളുടെ ഇനിയുള്ള ഫ്യൂച്ചർ ലൈഫ് അടിപൊളിയാവട്ടെ, ഇതുപോലെ തന്നെ ഹാപ്പി ആയിട്ടിരിക്കട്ടെ അല്ലേ? അതെ. ഇനി അതായത് ഇനി ആര് എന്തൊക്കെ പറഞ്ഞാലും അതൊന്നും മൈൻഡ് ചെയ്യാണ്ട് നിങ്ങൾ അടിപൊളിയായിട്ട് ജീവിച്ച് കാണിച്ചു കൊടുക്കണം അല്ലേ? ഇപ്പൊ ഈ വരുന്ന നെഗറ്റീവ് കമന്റ്സ് ആണെങ്കിലും ആരുടെ മുന്നിലാണെങ്കിലും അടിപൊളിയായി. എന്തെങ്കിലും കിട്ടാൻ നെഗറ്റീവ് കമന്റ്, മൈനസ് മാർക്ക് കിട്ടാൻ വേണ്ടി കാത്തിരുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പൊ എൻ്റെ നാട്ടുകാരെ പറയല്ല, എന്തായാലും ശരി എന്തെങ്കിലും ഒരു ഇത് കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് അതിന് പിടിച്ച് കയറാം. അപ്പോഴേ പറഞ്ഞതല്ലേ വേണ്ടായിരുന്നു എന്ന്. പക്ഷെ അതിനുള്ളൊരു വെച്ചാൽ അതിനുള്ളൊരു ഇതുണ്ടല്ലോ, അവസരം ഞങ്ങളായിട്ട് ഉണ്ടാക്കാതെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നത്. ഞങ്ങളെ പിണക്കങ്ങൾ ഞങ്ങളെ രണ്ടാടെ ഉള്ളിലായിട്ട് പച്ചക്ക് വരച്ച് ഞങ്ങളെ ബെഡ്റൂമിൽ ഒതുങ്ങി കൂടേണ്ടത് ഞങ്ങളെ പിണക്കങ്ങൾ, പുറത്തേക്ക് ഇറങ്ങാതെ അങ്ങനെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നതാണ്. അതെ. അപ്പൊ എന്തായാലും അടിപൊളിയാവട്ടെ. അച്ഛനമ്മേനെ നല്ലപോലെ നോക്കി, ഞാൻ നോക്കിയില്ലെങ്കിൽ കുഴപ്പമില്ല, അച്ഛനമ്മേനെ നല്ലപോലെ നോക്കിയാൽ മതി. അതെ അതെ, കേട്ടില്ലേ, എന്നെ നോക്കിയില്ലെങ്കിലും പ്രശ്നമില്ല, അച്ഛനമ്മയെ നോക്കിയാൽ മതി എന്നൊക്കെ. അങ്ങനെ. അപ്പൊ എന്തായാലും അടിപൊളിയാവട്ടെ. താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ്. നിങ്ങൾ ആദ്യമായിട്ട് തന്നെ ഇങ്ങോട്ട് വരാൻ പറ്റിയില്ലെങ്കിൽ ഭയങ്കര ഹാപ്പി ആട്ടോ. അപ്പൊ എന്തായാലും താങ്ക് യു. ഓക്കെ, താങ്ക് യു. ശരി.